2 ദിവസം ആ വണ്ടിയിൽ പണിയെടുത്താണ് ഞാൻ. പൈസ തരാണ്ട് പോയി. 700 തന്നേക്ക്. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് KSRTC സ്റ്റാൻഡിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിന് പോയി. അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് അവിടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അവിടെ കിടന്ന് പിറ്റേ ദിവസം കാലത്ത് ലോഡ് എടുക്കാൻ ഞാൻ പറഞ്ഞാൽ വണ്ടിയും കൊണ്ട് പോകണം. ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, ഓഫീസിൻ്റെ അവിടെ പോയി കിടന്നാൽ ലോഡാവുള്ളൂ. അയാൾക്ക് സംശയമുള്ള ടീമാണ്. അപ്പോൾ കാലത്ത് തന്നെ മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞു. മരുന്ന് മേടിക്കാൻ പൈസ ഇട്ട് തന്നില്ല അയാൾ. ഡ്രസ്സ് എടുക്കണം, അത് സമയമില്ല അയാൾക്ക് വണ്ടി ഓടണം. അയാൾക്ക് പറ്റിയ ഒരു ഡ്രൈവർ, അയാളെ പോലെ തന്നെ ഡ്രൈവർ വന്നിട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ. ഇങ്ങനെയൊക്കെയുള്ള ഡ്രൈവർമാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. നല്ല ഇതില്ലാണ്ട് അവൻ വന്നെടുക്കില്ല. പൈസ 700 രൂപ അവൻ്റെ ഇതിൽ കിട്ടുന്നു, കൈ തന്നില്ല. നമ്മൾ ഇത്രയും കാലത്തൊട്ട് വൈകുന്നേരം ഇത്രയും നേരം വണ്ടി എടുത്തായിരുന്നു. വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ മെയിലിൽ ഇനി ഇതുപോലത്തെ ഈ വണ്ടിയിലാരും കയറരുത്. ഈ വണ്ടിയിൽ ഉടായിപ്പാണ് ഇയാൾ, ചൊട്ടുടായിപ്പ് വരുന്ന, മനസ്സിലാവണ്ട. ഞാനിത് കാലത്ത് തന്നെ തൃശ്ശൂർ വന്നപ്പോൾ ഒരു കൂട്ടുകാരോട് പറഞ്ഞത്. ആൾക്ക് സംശയരോഗിയാണ് ആൾക്ക് ഒരു വണ്ടി ഡ്രൈവിംഗ് സ്കൂളായത്. ആ വണ്ടി അതിന് ഡ്രൈവിംഗ് സ്കൂളാവുള്ളത്. KL 48 U 6022 ഉൾട്രാ വണ്ടി, ടാറ്റയുടെ. ഇപ്പം മൈസൂർ പോയിട്ടുണ്ടത്. ഉടായിപ്പത്. കാരണം എന്ന് വെച്ചാൽ പണിയെടുത്താൽ കാശ് കൊടുക്കില്ല. പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. ആരും ആ വണ്ടിയിൽ കയറാൻ നിൽക്കരുത്. കഴിയുന്ന ആ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിലിടാം. ലോറി ഇതിലായാലും അല്ലെങ്കിൽ ഡ്രൈവർ എല്ലാവരും പണിയെടുത്താൽ കാശ് കൊടുക്കാത്ത ആളാണ്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അകറ്റി നിർത്തുക. എനിക്ക് മരുന്ന് മേടിക്കണം, ഇതൊക്കെ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ചോദിച്ചത്. അപ്പോൾ ആൾ പൈസ ഇട്ടാൽ ലോഡ് കയറ്റുമ്പോൾ ആരെങ്കിലും പൈസ എടുത്ത് തരുമോ? ഇത് ഒറ്റ ചിലവുന്നത്. ഉച്ചയ്ക്ക് ചോറും ഒന്നുമില്ല. അത് പോട്ടെ, ലോഡ് കയറ്റാൻ പോയാലേ. ഇത് നേരം നിന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലോഡ് കയറ്റി 7:30 നമ്മുടെ പെരുമ്പാവൂർ KSRTC വഴി വന്ന് മുട്ടില അങ്ങനത്തെ സ്ഥലമുണ്ട്, അവിടെ വന്ന് തൂക്കി 7:30, 8 മണി, 8:30, 9 മണി, 10 മണി, 10:30, 11 മണിക്കിന് ബില്ല് കിട്ടിയത്. ആ ബില്ല് കിട്ടിയിട്ട് വന്ന് കാലടിയിൽ എത്താറായപ്പോൾ നമ്മുടെ മറ്റേ പെരുമ്പാവൂർ കഴിഞ്ഞ് കുറച്ച് ബ്ലോക്ക് കിട്ടി. ആ ബ്ലോക്ക് എടുത്തെടുത്ത് KKRൻ്റെ പമ്പിൽ വന്ന് ഡീസൽ അടിച്ചിട്ട് വണ്ടി എങ്ങനെ പോയാലും എടുക്കാൻ പറ്റില്ല, ബ്ലോക്കാണ്. 12:31 വണ്ടി എടുത്തു. എന്നിട്ട് ഞാൻ 4:30 മണിക്കാണ് ഞാൻ തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ വന്നത്. അവിടെ കിടന്നുറങ്ങി. ഇയാളൊന്ന് വിളിയോട് വിളി. 9 മണിയായപ്പോൾ എനിക്കൊരു ചായ കുടിച്ചു. അപ്പോൾ മരുന്ന് ആൾ വന്ന് എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട തുറക്കില്ല. അപ്പോൾ അത് മേടിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് തിരക്കൊക്കെ ആയിട്ട് പോകാന്നുള്ള ആൾക്ക് അമ്മയെ ആ വണ്ടി പണി. ഞാൻ പറഞ്ഞ ചേട്ടൻ കഴിഞ്ഞ ഡ്രൈവർ വിട്, ചേട്ടൻ എന്തിനാ അവിടെ പരിപാടി? ഞാൻ പറഞ്ഞു ഒരു പരിപാടി ഇല്ല ചേട്ടാ, ഇതിന് പരിപാടി. ചേട്ടനോട് പറഞ്ഞിട്ടുള്ള ഞാൻ പോകുന്നത് റൂമിൽ പോയി ഡ്രസ്സ് എടുക്കണം, മരുന്ന് മേടിക്കണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ദയവ് ചെയ്ത് ഇങ്ങനത്തെ വണ്ടിയിൽ കയറാണ്ടിരിക്കുക, മനസ്സിലാവണ്ട. അപ്പോൾ ബൈ.